എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഇഫാന്റെയും സാങ്ങിന്റെയും സ്കൂൾ ലൈഫാണ്. ഇവരുടെ സാറ് ഇവരുടെ പാരന്റ്സിനെ വിളിച്ചു വരുത്തിയതാണ്. സംഭവം സാങ് ഇഫാന് വേണ്ടിയിട്ട് ഒരു പയ്യനെ അടിച്ചിട്ടിട്ടുണ്ട്. ഇതേ സമയം സാറ് പറയുന്നുണ്ട് അതെല്ലാം ഞാൻ സെറ്റിലാക്കിയിട്ടുണ്ട്, ഞാൻ നിങ്ങളെ എന്തിനാ വിളിച്ചു വരുത്തിയെന്ന് വെച്ചാല് ഇവര് തമ്മിൽ റിലേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ടായിരിക്കുമല്ലോ സാങ് ഇവൾക്ക് വേണ്ടിയിട്ട് അവനെ തല്ലിയെന്ന്. ഇതേ സമയം തന്നെ ഇഫാൻ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇല്ലാന്ന്. സാങ്ങും പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല, എനിക്ക് മാത്രം വൺ സൈഡ് ആയിട്ട് അവളെ ഇഷ്ടമാണെന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഇഫാൻ ഒന്ന് ഞെട്ടുന്നുണ്ടാവും. എന്നിട്ട് സാറ് സാങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇപ്പൊ നീ പഠിക്കേണ്ട സമയമാണ്, അല്ലാണ്ട് പ്രേമിച്ച് നടക്കേണ്ട സമയമല്ല, യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ട് മെച്ചൂർ ആയിട്ട് നിനക്ക് പ്രേമിക്കാന്ന് പറയും. എന്നിട്ട് ഇഫാന്റെ അങ്കിളിന്റെ അടുത്തായിട്ട് പറയണം ഇവനെ പോലല്ല ഇവളുടെ കാര്യത്തിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധ വെക്കണം എന്ന് പറയും. ഇതും കൂടി കേട്ടപ്പോ നമ്മുടെ ആന്റിയുടെ മുഖമൊക്കെ നന്നായിട്ട് ചൂടാവുന്നുണ്ട്. എന്നിട്ട് സാറാണെങ്കിലോ ഇതൊന്നും വലിയ കാര്യമല്ല, നിങ്ങൾ സംസാരിക്കുന്ന പറഞ്ഞാൽ അവിടുന്ന് മറ്റു കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകും. സാറിനൊപ്പം തന്നെ സാങ്ങിന്റെ പാരന്റ്സ് ഇറങ്ങി പോകുന്നുണ്ടാവും. ഇതേ സമയം തന്നെ ആന്റി ആണെങ്കിൽ ഇഫാൻ ഒറ്റ കിട്ടുമ്പോൾ അവളെ നന്നായിട്ട് അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിനക്ക് നാണല്ലേടി, നീ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ആണുങ്ങളെ വശീകരിക്കാൻ പഠിച്ചോന്ന് ചോദിച്ച് ഇവളെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ടാവും. ഇതേ സമയം സാങ്ങിന്റെ പാരന്റ്സിനെ നോക്കുകയാണെങ്കിൽ അവിടെ നേരെ തിരിച്ചാണ്. ഇവന്റെ അച്ഛനാണെങ്കിൽ ഇവനെ ചീത്ത പറയുന്ന പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവന്റെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് നല്ല ടേസ്റ്റ് ആണ്, എന്നെ പോലെ തന്നെയാണ് നീ, ഞാൻ നിന്റെ അമ്മനെ കണ്ടുപിടിച്ച പോലെ തന്നെ നീയും നല്ല അടിപൊളി കൊച്ചിനെ തന്നെയാണ് കണ്ടുപിടിച്ചത്, നിനക്ക് എന്റെ അതേ കഴിവ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയും. ഇതിന്റെ ഒപ്പം തന്നെ അമ്മ കൂട്ടി പറയുന്നുണ്ട് എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമായി, നിനക്ക് അവളെ ശരിക്കും ഇഷ്ടമാണോ, എങ്ങനെയാണെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് നീ അവളെ തന്നെ പ്രേമിച്ചോളാണ്ടി, ഇപ്പൊ നീ പഠിക്കേണ്ട സമയമാണെന്ന് പറയുന്നുണ്ട്. ഈ സമയം തന്നെ സാങ് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ ഇഫാൻ ഇങ്ങനെ ആന്റി തൊഴിച്ചോണ്ട് അടിച്ചോണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ഇവിടെ അടുത്ത് പറയുന്നുണ്ട് നിന്റെ ബാഗൊക്കെ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തു, നമ്മൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കാണ്, നമ്മൾ വേറൊരു സ്ഥലത്താണ് താമസിക്കാൻ പോകണം, നിന്നെ സ്കൂളും പഠിച്ച് ട്രാൻസ്ഫർ ചെയ്യാണെന്ന് പറയും. എന്നിട്ട് ഈ ആന്റി ആണെങ്കിൽ സാങ്ങിന്റെ നേരെ മുന്നിൽ വന്നിട്ട് തന്നെ പറയുന്നുണ്ട് മര്യാദയ്ക്ക് കേട്ടോ, ഇവിടെ സ്കൂൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകണേ, ഇവനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവരുത്, എല്ലാം ഇവിടെ വെച്ച് നിർത്തിക്കോ എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ഇതെല്ലാം സാങ്ങും അവന്റെ പാരന്റ്സും എല്ലാം കാണുന്നുണ്ടാവും. നമ്മുടെ ഇഫാന്റെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്നുണ്ടാവും. അടുത്ത സീനിൽ കാണിക്കുന്ന പ്രസന്റ് ടൈമാണ്. ഇതേ സമയം ഇഫാൻ അവളുടെ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ സാങ്ങിന്റെ ഒരു മെസ്സേജ് ഉണ്ടാവും, നീ ഓഫീസ് വിട്ട് വരുമ്പോ പിസ കൊണ്ടുവരണേന്നായിരിക്കും അവൻ അയച്ചിരിക്കുക. ഇതേ സമയം ഇവൾ ഓർക്കാണ് ഇന്നലെ ഇവൻ പറഞ്ഞിരുന്നല്ലോ നാളെ ഞാൻ എന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ആളെ ഡിന്നർ കഴിക്കാൻ കൊണ്ടുവരുന്നു. ഇതേ സമയം ഇവള് വിചാരിക്കുന്നത് ഇവന്റെ ഗേൾഫ്രണ്ടിന് വേണ്ടിയായിരിക്കും ഈ പിസാന്ന്. പിസയും വാങ്ങിയ ഇഫാൻ അപ്പാർട്ട്മെന്റിൽ എത്തുമ്പോ തന്നെ ഡോറ് തുറക്കുന്നത് തന്നെ ഒരു പെൺകുട്ടിയായിരിക്കും. സാങ്ങബോക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇതാണ് എന്റെ റൂംമേറ്റ് എന്ന്. ഇതേ സമയം ഇവൾ ചോദിക്കുന്നുണ്ട് എന്താ ഫീമെയിലോ എന്ന്. എന്നിട്ട് ഇവളൊരു ക്യൂരിയസ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ രണ്ടുപേരും ഒരേ റൂമിലാണ് കിടക്കുന്നതെന്ന്. ഇതേ സമയം ഇവര് രണ്ടുപേരും ഒരുമിച്ച് പറയുന്നുണ്ട് അല്ല ഞങ്ങളുടെ വേറെ വേറെ റൂമിലാണെന്ന്. എന്നിട്ട് ഈ അനിയത്തി അവളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ ഇവന്റെ സിസ്റ്റർ ആണ്, എന്റെ പേര് സാങ്ഷി ആണെന്ന്. എന്നിട്ട് ഇഫാന്റെ അടുത്ത് താങ്ക്സ് പറയുന്നുണ്ട്, വീട്ടിൽ അമ്മ പിസ കഴിക്കാൻ സമ്മതിക്കൂല, അതുകൊണ്ടാണ് ഇവിടെ വന്ന് കഴിക്കുന്നതെന്ന് പറയും. ഇതേ സമയം തന്നെ സാങ് ചോദിക്കുന്നുണ്ട് നീ അല്ലാണ്ട് ന്യൂ ഇയറിനൊക്കെ ആരെങ്കിലും പിസ കഴിക്കുമോന്ന്. ഇതേ സമയം തന്നെ ഇഫാൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, ആ കട നിറയെ ആൾക്കാരായിരുന്നു പിസ കഴിക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് അവിടെ 1 മണിക്കൂറോളം നിന്നിട്ടാണ് എനിക്ക് ഈ പിസ തന്നെ കിട്ടിയതെന്ന്. ഈ സമയത്ത് സാങ് അവളുടെ അടുത്ത് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് പോയി പഠിക്കുന്നത്. അപ്പൊ ഇഫാൻ ചോദിക്കുന്നുണ്ട് അല്ല നീ ഹോളിഡേക്കും പഠിക്കാണോന്ന്. അപ്പൊ ഈ അനിയത്തി പറയുന്നുണ്ട് ഞാനിപ്പോ സീനിയർ ആയിന്ന്. അപ്പൊ ഇവള് ചോദിക്കുന്നുണ്ട് വീട്ടിൽ നിറയെ റിലേറ്റീവ്സ് ആയതുകൊണ്ട് ഭയങ്കര സൗണ്ട് ആയിട്ടായിരിക്കുമല്ലേ നീ ഇങ്ങോട്ട് പഠിക്കാൻ വന്നതെന്ന്. അപ്പൊ അനിയത്തി ചോദിക്കുന്നുണ്ട് എന്ത് റിലേറ്റീവ്സ്, വീട് മൊത്തം ഭയങ്കര ശാന്താണ്, ഞാനും പാരന്റ്സും മാത്രമേ അവിടെ ഉള്ളൂ, ഇവനും അങ്ങോട്ട് വരലില്ലല്ലോ എന്ന് പറയും. ഈ സമയത്ത് ഇഫാൻ ഓർക്കാണ് ഇന്നലെ സാങ് ആണെങ്കിൽ കയറി വന്നത് അവന്റെ വീട് നിറയെ റിലേറ്റീവ്സ് ആണ്, അവിടെ റൂമില്ലാന്ന് പറഞ്ഞിട്ടാണല്ലോ. അപ്പൊ അവക്ക് തിരിയും ഇവൾക്ക് വേണ്ടി തന്നെ ഇവളെ കാണാൻ വേണ്ടി മാത്രമായിട്ടാണ് സാങ് വന്നതെന്ന്. ഇത് ഇവക്ക് മനസ്സിലായിന്ന് സാങ്ങിനും മനസ്സിലാവും. ഈ പെൺകുട്ടി എന്നിട്ട് ഇഫാന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്റെ ബ്രദറിന്റെ ക്ലാസ്മേറ്റ് ആണ്, നിങ്ങളെ കണ്ടിട്ട് നല്ല പരിചയം ഉണ്ടല്ലോ. ഈ സമയത്ത് ഇഫാൻ ഇവളെ ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ് നിനക്ക് എന്താ എന്നെ ഓർമ്മയില്ലേ, ഞാനൊരു വട്ടം നിന്റെ ബ്രദറിനെ കാണാണ്ടായിട്ട് നീ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവനെ കണ്ടുപിടിക്കാൻ സഹായിച്ചില്ലായിരുന്നു എന്ന്. ഇതേ സമയം ഈ അനിയത്തി പറയുന്നുണ്ട് ഓ അത് നിങ്ങളായിരുന്നു അല്ലേ, അത് പിന്നെ എന്നെ കാണാതായിരുന്നു അല്ല, അത് എന്റെയും ബ്രദറിന്റെ ഒരു ആക്ടിങ് ആയിരുന്നു എന്ന് പറയും. എന്നിട്ട് നമുക്കത് കാണിച്ചു തരാണ്. സംഭവം എന്താന്ന് വെച്ചാൽ ഇഫാൻ അവിടെ നിന്ന് നടന്നു വരികയായിരിക്കും. ഇതേ സമയം സാങ് ആണെങ്കിൽ അവിടെ എവിടെ ഒളിച്ചു നിൽക്കും. എന്നിട്ട് ഇവന്റെ അനിയത്തിയുടെ അടുത്ത് ഇവനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് കരയാൻ പറയും. ഇവള് വന്ന് നോക്കുമ്പോ ഈ ഒരു ചെറിയ കുട്ടി ഇവിടെ കിടന്ന് കരയുന്നുണ്ടാവും. ഇവളാണെങ്കിൽ ഈ കുട്ടീനോട് ചോദിക്കുന്ന സമയത്ത് ഈ കുട്ടി പറയും എന്റെ ഏട്ടനെ കാണുന്നില്ല, നിങ്ങളൊന്ന് എന്നെ സഹായിക്കുമെന്ന്. ഇതേ സമയം ആസ് യൂഷ്വൽ നമ്മുടെ ഇഫാൻ അവളെ സഹായിക്കും. എന്നിട്ട് ഇവളെടുത്ത് ചോദിക്കുന്നത് നിന്റെ ബ്രദറിനെ കാണാൻ എങ്ങനെയാണ്, നിന്റെ കയ്യിൽ അവന്റെ നമ്പർ വല്ലതും ഉണ്ടോന്ന്. ഇതേ സമയം ഇവള് പറയുന്നുണ്ട് എന്റെ കയ്യിൽ നമ്പർ ഒന്നുമില്ല, പക്ഷെ എന്റെ ബ്രദറിനെ കാണാൻ നല്ല ഭംഗിയാണെന്ന് പറയും. എന്നിട്ട് നമ്മുടെ സാങ് ആണെങ്കിൽ ഇവർ രണ്ടുപേരും പോകുന്നതാണ് അവിടുന്ന് എങ്ങനെയൊക്കെ ചാടി മറിഞ്ഞ് ഇവരെത്തുന്നതിന് മുമ്പ് ഇവർ വരുന്ന സ്ഥലത്തേക്ക് പോയി റെഡി ആയിട്ട് അവിടെ മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും.
ഇഫാൻ ആണെങ്കിൽ സാങ്ങിനെ കാണുമ്പോഴാണ് ഇത് ഇവന്റെ അനിയത്തിയാണെന്ന് മനസ്സിലാവുക. സാങ് ആണെങ്കിൽ ഓ എന്ത് യാദൃശികമായിട്ടാണല്ലേ നമ്മൾ കണ്ടുമുട്ടിയെന്ന് പറയും. ഇതേ സമയം ഇഫാൻ ആണെങ്കിലോ ഈ അനിയത്തിനെ സാങ്ങിന്റെ അടുത്ത് ആക്കിയിട്ട് പോവാൻ നിൽക്കുമായിരിക്കും. ഇതേ സമയത്ത് സാങ് ഇങ്ങനെ കണ്ണോട് കാണിച്ചു കൊടുക്കുന്നു അവളെയും കൂടി നമ്മുടെ കൂടെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വിളിക്കാൻ. ഇതേ സമയം അനിയത്തിയാണെങ്കിൽ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോവാണ്, ആന്റിയും കൂടി വാന്ന് പറഞ്ഞ് അവളെയും വിളിക്കും. എന്നിട്ട് ഇവര് 3 പേരും കൂടി ഐസ്ക്രീം കഴിക്കാൻ പോകും. എന്നിട്ട് ഇവര് നടന്നു പോകുമ്പോ തന്നെ ഇവളിങ്ങനെ അഭിനയിച്ചോണ്ട് തന്നെ ഈ അനിയത്തിയുടെ കയ്യിൽ കുറച്ച് കാൻഡി നമ്മുടെ സാങ് കൊടുക്കുന്നുണ്ടാവും. എന്നിട്ട് ഇവള് പ്രസന്റ് ടൈമിൽ നമ്മുടെ ഇഫാന്റെ അടുത്ത് പറയാണ്, ചേട്ടൻ എനിക്ക് കാൻഡി വാങ്ങി തന്നോണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ അഭിനയിച്ചത്, ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അവനെ ഹെൽപ്പ് ചെയ്യില്ലാന്ന്. ഇതേ സമയം ഇവൻ ഇങ്ങനെ ഇവളെടുത്ത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കേട്ടിട്ട് നമ്മുടെ സാങ് ഇവര് സംസാരിക്കുന്ന എങ്ങനെങ്കിലും ഒടുക്കാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കായിരിക്കും. ഇതേ സമയം ഇവളുടെ അനിയത്തിയാണെങ്കിൽ എല്ലാം നമ്മുടെ ഇഫാന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. എന്നിട്ട് ഇവളെയും പിസ കഴിക്കാൻ വേണ്ടി വിളിക്കുമ്പോ ഇഫാൻ ഇപ്പൊ ഫുഡ് വേണ്ട, അവൾക്ക് കുറച്ച് വർക്ക് ഉണ്ട് എന്ന് പറയും. അടുത്ത സീനിൽ കാണിക്കുന്ന ഇവരെല്ലാരും കൂടി ഫുഡ് കഴിക്കുന്നതാണ്. ഇവർ ഓരോന്ന് സംസാരിച്ച് അവസാനം ഇവളുടെ യൂണിവേഴ്സിറ്റി എക്സാമിനെ കുറിച്ചൊക്കെ ഇവൾ ചോദിക്കുമ്പോൾ അടുത്തതായിട്ട് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പോകുന്നതെന്ന് ചോദിക്കും. അനിയത്തിയുടെ അടുത്ത് 2 ചോയ്സ് ആയിരിക്കുള്ളത്, ഒന്നെങ്കിൽ നാൻവു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇഹെ യൂണിവേഴ്സിറ്റി. ഇതേ സമയത്ത് ഇഫാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കാണ് 2 യൂണിവേഴ്സിറ്റിയും 2 തരം അഡ്വാൻറ്റേജസ് 2 യൂണിവേഴ്സിറ്റിയിലും ഉണ്ടാവും. ഇതേസമയം ഇവള് പറയുന്നുണ്ട് ഇഹെ ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്, ക്ലൈമറ്റ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ഈ സമയത്ത് അനിയത്തി ചോദിക്കുന്നുണ്ട് ഇഫാന്റെ അടുത്ത് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിറങ്ങിയെന്ന്. ഇതേ സമയം ഇഫാൻ ഇങ്ങനെ സാങ്ങിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവളുടെ അടുത്ത് പറയും ഇഹെ യൂണിവേഴ്സിറ്റി ആണെന്ന്. അതെന്താ നിങ്ങൾക്ക് നല്ല മാർക്ക് ഇല്ലായിരുന്നു, എന്നിട്ട് നിങ്ങൾ എന്താ നാൻവു യൂണിവേഴ്സിറ്റിയിൽ പോവാതിരുന്നതെന്ന്. ഇതേ സമയം തന്നെ ഇവളിങ്ങനെ ഒന്ന് പതറുകയാണ്. അതേ സമയത്ത് സാങ്ങും പറയാണ് എനിക്കും അതിനെ കുറിച്ച് അറിയണമെന്ന് പറയും. ഇതേ സമയം തന്നെ ഇഫാൻ ആണെങ്കിൽ തപ്പി തടിയാണ്, അവൾക്കാണെങ്കിൽ എന്താ പറയണ്ടെന്നറിയില്ല. അവളിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അത് ആ ടോപ്പിക് അങ്ങ് ഒഴിവാക്കുകയാണ്. സാങ്ങിനാണെങ്കിൽ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇവൾക്ക് എന്തോ ഉണ്ടെന്ന്. ഇവള് മനഃപൂർവ്വം പറയാതിരിക്കാന്ന്. അവനക്ക് ദേഷ്യം പിടിച്ചിട്ട് അവൻ അവിടുന്ന് കഴിക്കാണ്ട് എണീച്ച് പോവുകയും ചെയ്യും. എന്നിട്ട് ഈ അനിയത്തി നൈസായിട്ട് ഇഫാന്റെ അടുത്ത് ചോദിക്കാണ്, ഞാൻ നിങ്ങളെ എടുത്തിട്ട് കാര്യം ചോദിക്കട്ടെ, ഞാൻ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങളും എന്റെ ഏട്ടനും തമ്മിൽ ലവ് ആയിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. ഇതേ സമയം ഇഫാൻ ആണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയും. അപ്പൊ ഇവള് പറയുന്നുണ്ട് ഞാൻ എന്റെ അമ്മയും അച്ഛനും ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ തമ്മിൽ ലവ് ആണെന്ന്. ഇതേ സമയം അതിന്റെ ഇടയിൽക്കും നമ്മുടെ സാങ് വന്ന് കയറിയിട്ട് പറയാണ് നീ കഴിച്ചു കഴിഞ്ഞില്ല, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറയും. ഇതേ സമയം അനിയത്തിയാണെങ്കിൽ എനിക്ക് ഇനിയും കഴിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് ഈ അനിയത്തിനെ ഇവൻ ഇങ്ങനെ തിരിച്ച് വീട്ടിലാക്കി കൊടുക്കുന്ന സമയത്ത് അനിയത്തിയാണ് ഇവന്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഭയങ്കര മൊരടനാണ്, എന്തൊരു ഹാർഡായിട്ടാണ് സംസാരിക്കുന്നത്, പെൺകുട്ടികൾക്കൊന്നും ഇങ്ങനത്തെ ആണുങ്ങളെ ഇഷ്ടം തന്നെ ഉണ്ടാവില്ല, ചേച്ചിയാണെങ്കിൽ എന്ത് നല്ല ചേച്ചിയാണ്, അവരുടെ അടുത്ത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അഡ്വൈസ് നമ്മുടെ സാങ്ങിന് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഇവള് പറയുന്നുണ്ട് ചേച്ചി എന്റെ അടുത്ത് ചോദിച്ചിരുന്നു നിനക്ക് മുമ്പ് എന്തെങ്കിലും ജോബ് ഉണ്ടായിരുന്നോ എന്ന്. ഇതേ സമയം ഇവള് പറയുന്നുണ്ട് ഞാൻ നിനക്ക് നല്ല ജോബോ നല്ല സാലറി ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് കുറെ കഴിഞ്ഞാൽ നീ അത് വെറുതെ ക്വിറ്റ് ചെയ്തിട്ടാണ് ഈ റെസ്റ്റോറന്റ് തുടങ്ങിയെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് ഇവള് പറയുന്നുണ്ട്. സാങ് ആണെങ്കിൽ അനിയത്തിയെ ഇറക്കി വിട്ടിട്ട് വീട്ടിലേക്ക് പോലും കയറാണ്ട് പെട്ടെന്ന് തന്നെ ഇഫാന്റെ അടുത്തേക്ക് പോവാണ്. ഇതേ സമയം അവനാണെങ്കിൽ ഇതിനെ പറ്റിയൊക്കെ ചോദിച്ച് അറിയാനുണ്ട്. അവനാണെങ്കിൽ വന്ന് നോക്കുമ്പോ ഇഫാൻ ആണെങ്കിൽ റൂമൊക്കെ അടിച്ചു പൂട്ടിയിട്ടുണ്ടാവും. ഇതേ സമയം ഇവൻ വന്നത് അറിയിക്കാൻ വേണ്ടി ഇവൻ പലതരത്തിലുള്ള സൗണ്ട് ഒക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ടാവും, എന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. എന്നിട്ട് ഇവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയി നോക്കുന്നുണ്ടാവും, അവിടെ ഫയർ വർക്സിന്റെ സൗണ്ട് കേട്ടിട്ട്. ഇതേ സമയം ഇവന്റെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഇഫാൻ അവളുടെ ബാൽക്കണിയിൽ നിന്ന് ഇത് നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതോടെ നമ്മുടെ 7ാമത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് പാർട്ട് കഴിയാണ്. ഇതുവരെ എന്റെ എപ്പിസോഡ് കണ്ട എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ.